ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പൊട്ടറ്റോ ചീസ് ബോൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താവും, പാളിപ്പോവോ അല്ലെ റെഡിയാവോ എന്നൊന്നും എനിക്കറിയില്ല. അതിൽ കണ്ടപ്പോൾ ഉണ്ടാക്കണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്ക് ഇന്ന് പൊട്ടറ്റോ ചീസ് ബോൾ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബൗളിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് വേവിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സവാള, പിന്നെ 1 പിടി മല്ലിച്ചപ്പ്, പിന്നെ 1 പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അത് ഈ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പം ഞാനിതിലേക്ക് 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഇനിയിപ്പോൾ 2 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരിത്തിരി നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗരം മസാല. ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചൊരു മാവ് രൂപത്തിലെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട. നമ്മൾ ഉരുളക്കിഴങ്ങുള്ളത് കൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. അങ്ങനെ ഇതാ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മുടെ കയ്യിലൊരിത്തിരി എണ്ണ ആക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഒരു ചിലപ്പോൾ ഈ ചീസ് ഇല്ലെങ്കിൽ നോർമലി മറ്റേ സ്ലൈസ് ചീസും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അതിട്ടാൽ മതി. അങ്ങനെ ഇതാ ഞാൻ ചീസ് വെച്ച് കൊടുത്തിട്ട് അതൊന്നിങ്ങനെ ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനിപ്പോൾ ചതുരത്തിലാണ് വേണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഷേപ്പൊക്കെ മാറ്റിയെടുക്കാം. പിന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം പിന്നെ ഞാനിനി വിചാരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ വെറൈറ്റി സ്നാക്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാവാൻ നോക്കാമല്ലോ. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താ നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടതെന്ന്, വൈറൽ റെസിപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഞാനിതാ മുഴുവൻ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്തു കൊടുത്താൽ മതി. അങ്ങനെ മുഴുവനായിട്ടൊന്ന് ആ ഒരു ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് ഇട്ടിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ മുഴുവൻ ബോൾസും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടം വരെ വളരെ കറക്റ്റാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇവിടെ എന്താ പറയുക, ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് അധികമായിട്ടാണോ എന്താണെന്നറിയില്ല, നമ്മുടെ ഷേപ്പിൽ നിന്നൊന്ന് മാറിയിട്ടുണ്ട്. ആ ഒരു ബ്രെഡ് ക്രംസൊക്കെ എണ്ണയിലേക്ക് പോയി അതിൽ നിന്നിങ്ങനെ ഒരു എന്താ പറയുക, ഒരു മുരുമുരാന്ന് വെച്ചിട്ട് അതൊരു മാവിങ്ങനെ തെന്നിപ്പോകുന്ന പോലെ ഉണ്ടേനു. പിന്നെ ആദ്യത്തെ 3 ഞാൻ ഇങ്ങനെ പൊരിച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. ഇതാന്ന് തോന്നുന്നു ഒന്നും കൂടി നല്ലത് കേട്ടോ. ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷേപ്പൊന്നും അത്ര കാണാൻ വലിയ രസമില്ല കേട്ടോ. ഇതുണ്ടോ, എന്താ പറയുക, ഇതുണ്ടോ, എന്തോ ഉരുളക്കിഴങ്ങ് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിച്ചു നോക്കാം. നല്ല ചീസി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല രസമുണ്ട്. ഇത്തിരി പൊട്ടറ്റോ കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തത്. അപ്പോൾ അതിൽ ഒറ്റൊന്ന് മാത്രം എടുത്താൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ